വാൽപ്പാറയിലെ തായ്മുടിയിലുള്ള എസ്റ്റേറ്റിൽ വെച്ചിരിക്കുന്ന ഈ കൂറ്റൻ കണ്ടെയ്നറിന് ഇവിടെ എന്ത് കാര്യം എന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാവും. അത് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ദൃശ്യങ്ങൾ നോക്കുക. ഒന്നാം തരം ഒരു റേഷൻ കട ഈ കണ്ടെയ്നറിനകത്ത് വെച്ചിരിക്കുകയാണ്, അതും ആനശല്യം തടയാൻ. சத்தியவேல்ண்ணா, அப்போ உங்களுக்கு வந்து 7 லிட்டர் காசு தரணும்ல? 20, 40, 60. മലയാളിയായ സുനീറാണ് ഈ കണ്ടെയ്നർ റേഷൻ കടയുടെ ഉടമ. സുനീറെ, എത്ര കാലമായി ഈ റേഷൻ കട കണ്ടെയ്നറിലാക്കിയിട്ട്? കണ്ടെയ്നറിലാക്കിയിട്ട് ഒരു 5-6 മാസം ആയിക്കുള്ളൂ. കാരണം ആനയുടെ ശല്യം ബുദ്ധിമുട്ട് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ തന്ന സേഫ്റ്റി ആയിട്ടുണ്ടാവും പറഞ്ഞിട്ട് കണ്ടെയ്നർ പ്രൊവൈഡ് ചെയ്ത്. ഇത് പറയുമ്പോൾ കുറച്ച് സേഫ്റ്റി ആയിട്ട് നമുക്കുണ്ട്. നേരത്തെ ഫുള്ളും പൊളിച്ചിടാണ്. ആന ആ സ്മെല്ല് കേട്ടിട്ട് വന്നിട്ട് അത് മിഡ് നൈറ്റിലാണ് വരിക. ആന പകൽ സമയമൊന്നും വരില്ല, മിഡ് നൈറ്റ് തന്നെ വരിക, വന്ന് ഫുള്ളും പൊളിച്ചിടും, സാധനങ്ങളൊക്കെ നാശമാക്കും. മാസത്തിൽ നമുക്ക് 4-5 വട്ടമൊക്കെ പൊളിക്കും, 4-5-6 വട്ടമൊക്കെ പൊളിക്കുകയും ചെയ്യും. ഇപ്പോൾ കുഴപ്പമില്ല. കണ്ടെയ്നർ വന്ന ശേഷം ഒരു സേഫ്റ്റി സെക്യൂറായിട്ട് നമുക്കുണ്ട്. ആന വരും, പക്ഷേ ഇതിന് ഒന്തിയൊക്കെ നോക്കും, പക്ഷേ പൊളിക്കാനൊന്നും പറ്റൊന്നുമില്ല. யானை வந்து அந்த ஸ்மெல்லுக்கு கரெக்டாக இதான் ரேஷன் கடை அப்படின்ட்டு வந்து அடிச்சிடும். ഇപ്പോൾ വന്നിപ്പോൾ തിരക്കില്ല. ഇപ്പോൾ വന്ന് വരും. ആന വന്നിപ്പോൾ അവിടെ എന്ത് ചെയ്യും, പൊളിക്കാൻ പറ്റുമോ എന്ന് നോക്കി. ஆனால் പറ്റിയില്ല. കുറേ അങ്ങോട്ട് ഇങ്ങോട്ട് ചുറ്റി വന്ന് എന്തൊക്കെയോ ചെയ്ത് നോക്കി. കണ്ടെയ്നറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പോയി. ആന ചവിട്ടി മുട്ടി നോക്കിക്കണ്, പരമാവധി വന്ന് മുട്ടി നോക്കിക്കണ്. പറ്റില്ല പറഞ്ഞപ്പോൾ ഇതിന്റെ സ്ട്രോങ്ങും കാര്യങ്ങളായപ്പോൾ പരമാവധി മുട്ടി നോക്കിയ ശേഷം പറ്റില്ല പറഞ്ഞപ്പോൾ വിട്ടിട്ട് പോയതാണ്. ആനന്റെ പാടുകളാണ് വന്ന്, അതൊക്കെ ആനന്റെ പാടുകളാണ്. അത് കൂട്ടായിട്ട് വരും. ചില സമയം ഒരു സിംഗിൾ ആന വരും. കൂട്ടായിട്ട് വന്ന് പിന്നെ ഒരു 10-12 ഒക്കെ വരും. എല്ലാം പൊടിച്ചോളയും, എല്ലാം വരുമ്പോഴൊക്കെ പൊടിച്ചോളയും. ഇഷ്ടം പോലെ പഞ്ചസാര അരിയൊക്കെ റോട്ടിൽ കൂടി കിടക്കും. ഇപ്പോൾ ഈ വണ്ടി വെച്ച കാരണം വന്നില്ല, വന്നാലും പൊട്ടിക്കാൻ പറ്റില്ലല്ലോ. അതുണ്ടായിരുന്ന ഇതാണ് ഷോപ്പ്, ഇവിടെ ഉണ്ടായിരുന്ന ഷോപ്പ്. അതാണ് തള്ളി പൊളിച്ച ശേഷം നമുക്ക് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തത് നന്ന്. ഇപ്പോൾ കുഴപ്പമില്ലാതെ ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഒരു സമാധാനം, അവർക്ക് മാസം ആ സാധനങ്ങൾ കിട്ടും ചെയ്യുന്നുണ്ട്. ഞാനെ പൊളിച്ച് കളഞ്ഞ അരി കിട്ടാൻ ഞങ്ങൾക്ക് കഷ്ടമാണ്. പിന്നെ തിരിച്ച് ആ കടയിനെ റെഡിയാ ചെയ്തിട്ട് അരിച്ച് കൊണ്ടുവന്നിട്ട് തരുമ്പോൾ ഒരു മാസത്തിന് 15 നാൾ കുറഞ്ഞു പോകും. അപ്പം ഞങ്ങൾക്ക് ചാപ്പാട്ടിന് കൊഞ്ചം കഷ്ടമായിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ല. എല്ലാവർക്കും ഒരു സന്തോഷമായി ഇപ്പോൾ കണ്ടെയ്നർ വന്ന കാരണം. എത്രയോ തിരക്കുള്ള കണ്ടെയ്നർ വന്ന കാരണം ദേശം മുടങ്ങണില്ല. ആനൻ്റെ സ്മെല്ലിങ് ഭയങ്കരമാണ്. അത് നമുക്ക് എവിടെ ഉണ്ട് എന്ത് എല്ലാം കാര്യങ്ങൾ അറിയും, അതും ചെയ്യും. ഈ സ്ഥിര വരുന്ന ആനകളാണ് പ്രശ്നം. കറക്റ്റായിട്ട് പൊളിക്കുക, ഇവിടെ പോയ കിട്ടും പറഞ്ഞിട്ട് വന്ന് പൊളിച്ചിടുന്നത്. ആന ശല്യമുള്ള സ്ഥലത്തൊക്കെ മാക്സിമം ഇങ്ങനെ പരിശീലിച്ചു കഴിഞ്ഞാൽ വിജയിക്കും. അപ്പോൾ ഇന്നത്തെ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് കണ്ടെയ്നർ റേഷൻ കട ഞാനും സുനീറും കൂടെ അടക്കിയാണ്. നേരത്തെ വീട്ടിൽ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ അല്ല അങ്ങനെ ഉണ്ടാവും. നമ്മൾ പൊളിച്ച് കിടക്കും, ആന പൊളിച്ചിട്ടുണ്ടാവും. ഈ കണ്ടെയ്നർ വന്ന ശേഷം കുഴപ്പമൊന്നുമില്ല, സേഫ്റ്റി ആയിട്ടുണ്ട്, പേടിയില്ലാതിരിക്കുന്നു. എന്തായാലും സുനീറിനും ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കും ഉനൈസിനുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.